എല്ലാവർക്കും നമസ്കാരം. ജവഹർ ബാൽ മഞ്ച് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലത്തായി പിഞ്ചു സഹോദരിക്ക് നീതി തേടിയിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് കേരളത്തിലുടനീളം പെൺകുട്ടികളും അമ്മമാരും ഉൾപ്പെടെ കണ്ണുകെട്ടി പ്രതിഷേധിക്കുകയാണ്. കുഞ്ഞിനോടൊപ്പം നീതി ലഭിക്കേണ്ട, നീതി നടപ്പാക്കേണ്ട ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവർ കുഞ്ഞിനും കുടുംബത്തിനും നേരെ അന്ധത സൃഷ്ടിച്ചുകൊണ്ട്, കണ്ണടച്ചുകൊണ്ട് ടീച്ചറും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ആളുകൾ മുഖം കൊടുക്കാതെ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ജവഹർ ബാൽ മഞ്ചിൻ്റെ നേതൃത്വത്തിൽ ദേശീയ പ്രോജക്റ്റ് കോർഡിനേറ്റർ ഡോക്ടർ ജി വി ഹരിയുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ഇന്ന് ഈ പ്രതിഷേധ സംഗമം നടക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന കോർഡിനേറ്റർ ഗിരിജേടത്തി, ജവഹർ ബാൽ മഞ്ചിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ സംഗീത പട്ടാമ്പി, ജവഹർ ബാൽ മഞ്ചിൻ്റെ നാഷണൽ ഫെസിലിറ്റേറ്റർമാരായ ജസ്റ്റി തോമസ് കോട്ടയം, അളക കൊല്ലം എന്നിവർ നേതൃത്വം കൊടുക്കുകയാണ് ഇന്ന് പാലത്തായിയിലെ സഹോദരിക്ക് നീതി തേടിയിട്ടുള്ള പ്രതിഷേധം. ഞാനും നിങ്ങളുമൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ധാർമ്മികപരമായിരിക്കുന്ന ഉത്തരവാദിത്തമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ആളുകളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുക. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് ഓരോ മുതിർന്ന പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊടുക്കേണ്ടത് ഭരണചക്രം തിരിക്കുന്ന ഈ വകുപ്പുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരുടെയും ഉത്തരവാദിത്തമാണ്. ഒരു വർഷം പിന്നിടുമ്പോൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ വാളയാറിൽ ദുരൂഹമായിരിക്കുന്ന സാഹചര്യത്തിൽ ആദ്യം ഒരു പെൺകുട്ടി മരണപ്പെടുന്നു. അത് ആത്മഹത്യയാക്കി ചിത്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പിലെ ഉന്നതരായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആ കുഞ്ഞിൻ്റെ ദുരൂഹ മരണം അട്ടിമറിക്കുന്നതിന് നേതൃത്വം കൊടുത്തു. അതിനകത്ത് ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇരയോടൊപ്പം ഹാജരാകേണ്ട നിയമ ഉപദേശകർ പോലും പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നതിന് നേതൃത്വം കൊടുത്ത് ആ വാളയാറിലെ ആ കുഞ്ഞിന് നീതി ലഭിക്കാൻ സാഹചര്യമില്ലാത്ത രീതിയിലേക്ക് പ്രതികളോടൊപ്പം ചേർന്ന് നിന്നത് കേരളം കാണുമ്പോൾ തന്നെ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആ സഹോദരിയുടെ അനുജത്തിയും ഇതേ രീതിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. ഈ മരണങ്ങളെയൊക്കെ കേരളം സാക്ഷ്യം വഹിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് പൊതുജനങ്ങൾ ചോദിച്ചു, പത്രമാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, വാളയാറിലെ വിഷയം, ആ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കേണ്ടേ? കേരളത്തിൻ്റെ ബഹുമാന്യനായിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ മറുപടി, വെച്ചു പൊറുപ്പിക്കില്ല ഇത്തരം നടപടികളെ, അതിന് അർഹമായിരിക്കുന്ന ശിക്ഷ നേടിക്കൊടുത്ത് ആ കുട്ടികൾക്കും കുടുംബത്തിനും നീതി വാങ്ങിക്കൊടുക്കാൻ ഉണ്ടാകുമെന്ന് നിയമസഭയിൽ പോലും MLA മാർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി കൊടുത്തു. പക്ഷെ അവിടെയും നീതി ദയനീയമായിട്ട് പരാജയപ്പെടുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻപിൽ, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പോകുന്ന ഈ സർക്കാരിൻ്റെ മുൻപിൽ ലഭിക്കേണ്ട നീതിയൊന്നും ലഭിക്കാതെ അവിടെയും ആ കുഞ്ഞും കുടുംബവും ആ കുട്ടികളും അടങ്ങുന്ന കുടുംബം നിരവധി ആളുകളുടെ പ്രതിഷേധ സമരങ്ങൾ തെരുവോരത്ത് നടത്തിയിട്ടും മുഖ്യമന്ത്രിയുടെ കരുണ പോലും അതിനകത്തുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയോടൊപ്പം ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടുന്ന കുട്ടികളുമായി ബന്ധപ്പെടുന്ന ഏജൻസികളുടെ ഉത്തരവാദിത്തം വഹിക്കുന്ന വകുപ്പ് മന്ത്രിയാണ് ശൈലജ ടീച്ചർ, സാമൂഹ്യനീതി വകുപ്പ്. ആ ടീച്ചറും അന്ന്
ആ വാളയാറിലെ കുഞ്ഞുങ്ങളുടെ ആ ദുരൂഹമായിരിക്കുന്ന സാഹചര്യത്തിൽ ആ കുടുംബത്തിനോടൊപ്പം നിൽക്കാതെ വേട്ടക്കാരോടൊപ്പം മുഖ്യമന്ത്രി എടുത്ത നിലപാട് പോലെ തന്നെ ശൈലജ ടീച്ചറും നിലപാടെടുത്തു. ഞാൻ ടീച്ചറോട് ചോദിക്കുകയാണ്, ടീച്ചറെ, ആ വാളയാറിൽ അന്ന് ആ കുട്ടികൾക്ക് വേണ്ടി നീതി ലഭിക്കണമെന്ന പോരാട്ടത്തിന് വേണ്ടി തെരുവീഥികളിൽ വിവിധ സമര സംഘടനകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സന്നദ്ധ സംഘടനകൾ, മഹിളാ പ്രവർത്തകർ ഉൾപ്പെടുന്ന ആളുകൾ, വിവിധ സാമൂഹിക പ്രവർത്തകർ അത് ചൂണ്ടിക്കാണിച്ച് ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ, വാളയാറിലെ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കണം. അന്നും ടീച്ചർ ആ കുട്ടികൾക്ക്, ആ കുടുംബത്തിന് മുൻപിൽ പുറം തിരിഞ്ഞു നിന്നു. ടീച്ചറെ, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, അങ്ങ് ഒരു ടീച്ചറാണ്, ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. അങ്ങ് ഒരു സ്ത്രീയാണ്, ഞങ്ങൾ ബഹുമാനിക്കുന്നു. അങ്ങൊരമ്മയാണ്, ഞങ്ങൾ ബഹുമാനിക്കുന്നു. അങ്ങയുടെ കൈകളിലേക്ക് ആ വകുപ്പ് നൽകുമ്പോൾ ഞങ്ങളെല്ലാവരും, സ്ത്രീകളും പെൺകുട്ടികളും അടക്കം ഉൾപ്പെടുന്ന സമൂഹം വലിയ പ്രതീക്ഷയിലായിരുന്നു ടീച്ചറുടെ കൈകളിൽ നിന്നെങ്കിലും നീതി ലഭിക്കും. പക്ഷെ എൻ്റെ ടീച്ചറെ, അധ്യാപികയായി കുരുന്നുകളെ പഠിപ്പിച്ച ടീച്ചർ, അമ്മയുടെ വേദന എന്തെന്ന് കൃത്യമായിട്ടറിയുന്ന ടീച്ചർ, സ്വന്തം മണ്ഡലത്തിൽ പാലത്തായിൽ ഒരു കുരുന്ന് പീഡനത്തിനിരയായിട്ട് ആ കുരുന്നിനെയും കുടുംബത്തിനോടുമൊപ്പം നിൽക്കാതെ പ്രതിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ ടീച്ചർക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ഞങ്ങൾ ഇന്ന് കേരളത്തിൽ ഈ കണ്ണു മൂടിക്കെട്ടിയിട്ടുള്ള പ്രതിഷേധത്തിനകത്ത് ഞങ്ങൾ എല്ലാവരും ടീച്ചറോട് ചോദിക്കുകയാണ്, ടീച്ചർക്ക് എന്താണ് പറ്റിയത്? ടീച്ചറുടെ കൈകൾ ആരാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? ടീച്ചറെ ആരാണ് നീതിക്ക് വേണ്ടി പോരാടുന്നതിന് പിടിച്ചു വച്ചിരിക്കുന്നത്? ടീച്ചർ എന്താണ് ജനങ്ങളുടെ ഹിതമറിഞ്ഞ് പ്രവർത്തിക്കാത്തത്? ടീച്ചർ എന്താണ് പെൺകുട്ടികളുടെ ഭാഗം നിന്ന് സംസാരിക്കാത്തത്? ടീച്ചർ എന്താണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാത്തത്? നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ചുറ്റുപാടും ടീച്ചറിൽ പ്രതീക്ഷയർപ്പിച്ച ഒരുപാട് സ്ത്രീകളും ഒരുപാട് കുട്ടികളും പെൺകുട്ടികളുമുണ്ട് ടീച്ചറെ. എന്നിട്ടും ടീച്ചറെ ആരാണ് ഈ നീതി നടപ്പാക്കുന്നതിൽ നിന്ന് കൈകൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് തുറന്നു പറയാനുള്ള ധാർമ്മികപരമായിരിക്കുന്ന ഉത്തരവാദിത്വം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ടീച്ചർക്കുണ്ട്. അതിൽ നിന്ന് ശൈലജ ടീച്ചർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. ഞാനും നിങ്ങളും ആലോചിക്കണം, ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് സ്വർണ്ണക്കടത്ത് നടത്തിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പലരും പറയുന്നു സ്വർണ്ണക്കടത്ത് കേരളത്തിൽ സ്വാഭാവികമാണ്. പക്ഷെ ഞങ്ങൾ ടീച്ചറോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾ ചോദിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ ഇന്ന് ലോക രാജ്യങ്ങളുടെ മുൻപിൽ ഈ നാണം കെട്ട രീതിയിലേക്ക് എത്തിച്ചതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്പ്രിംഗ്ലർ കേസ് വന്നപ്പോൾ ശിവശങ്കരനെ രക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി നിലപാടെടുത്തു. അവിടെ നിന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്ന ഓരോ ചോദ്യങ്ങളോടും പത്രസമ്മേളനത്തിൽ വന്ന് താങ്കൾ ധാർഷ്ട്യത്തോടു കൂടി മറുപടി പറയുമ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾ അങ്ങയെ നോക്കി കാണുന്നുണ്ടായിരുന്നു. അതിനെല്ലാം, ആ അഴിമതിക്കെല്ലാം കൂട്ടുനിന്ന് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു കാര്യം ഞങ്ങൾ ചോദിക്കുന്നു. അങ്ങ് സ്വപ്നയ്ക്ക് കൊടുത്തിരുന്ന പ്രൊട്ടക്ഷൻ, അങ്ങ് സരിത്തിന് കൊടുത്തിരുന്ന പ്രൊട്ടക്ഷൻ, അങ്ങ് ശിവശങ്കറിന് കൊടുത്തിരുന്ന പ്രൊട്ടക്ഷൻ, ഇതിന്റെയൊക്കെ ഒരംശം മാത്രം മതി ഈ കേരളത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ പീഡനത്തിനിരയാകുന്ന കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിരുന്നുള്ളൂ. അങ്ങ് എന്തേ മടിച്ചത്? അങ്ങേക്ക് സമയമില്ല. അങ്ങ് കേരളത്തിൽ ധാർഷ്ട്യത്തോടു കൂടി പത്രമാധ്യമങ്ങളെ വിലക്കുന്നു, ചാനൽ ചർച്ചകളെ ബഹിഷ്കരിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പത്രമാധ്യമങ്ങളെ ബഹിഷ്കരിക്കുന്നു, ജനങ്ങളോട് സംസാരിക്കാൻ മടിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, നാളെ നിങ്ങളെ കേരളത്തിലെ പൊതുജനങ്ങൾ ബഹിഷ്കരിക്കുന്നതിലേക്കാണ് അങ്ങയുടെ ഈ നിലപാടുമായിട്ട് പോകുന്നത് എന്ന് ഞാൻ ഇവിടെ അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാകണം പ്രവർത്തനം. മതനിരപേക്ഷതയോടുകൂടി സാധാരണക്കാരനോടൊപ്പം ചേർന്ന് നിന്ന് സംരക്ഷണം കൊടുക്കേണ്ട, ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കേണ്ട നിങ്ങൾ സ്പ്രിംഗ്ലർ വഴി ഈ കേരളത്തിന്റെ ജനങ്ങളുടെ ആരോഗ്യം വിറ്റ് അഴിമതി നടത്തുന്നതിന് നിങ്ങൾ നേതൃത്വം കൊടുത്തു.
COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും അങ്ങയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. കോവിഡ് പ്രവർത്തനങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രതിപക്ഷത്ത് നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഈ രാജ്യത്ത്, ഈ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും COVID-19 പ്രതിരോധ പ്രവർത്തനത്തിനകത്ത് മുഖ്യമന്ത്രിക്ക് ഒരു തടസ്സം സൃഷ്ടിക്കുന്നതിന് പോലും നേതൃത്വം കൊടുത്തിട്ടില്ല. എന്നിട്ടും അങ്ങ് പറയുന്നു സമരത്തിനിറങ്ങുന്നു. പക്ഷേ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ഈ സമര പോരാട്ടങ്ങളെല്ലാം നടക്കുന്നത് രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണി വരുത്തുന്നതിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന അങ്ങ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ കേരളത്തിലെ സമരങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങയോട് ഞാൻ വീണ്ടും പറയുന്നു, ഇതിനിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനായിരിക്കുന്ന മനോജ് കുമാറിനെ ബാലാവകാശ കമ്മീഷന്റെ തലപ്പത്തേക്ക് ഏറ്റി നിർത്തിയതിലും വലിയ അഴിമതിയാണ്. കുട്ടികളുടെ നീതിക്ക് മുൻപിൽ അങ്ങ് രാഷ്ട്രീയം കളിക്കുന്നതിന്, രാഷ്ട്രീയപരമായിട്ട് പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് ഈ ബാലാവകാശ കമ്മീഷനെ രാഷ്ട്രീയവൽക്കരിച്ചത്. അതിന് കൂട്ടുനിന്നത് അതിന്റെ ഇന്റർവ്യൂ ബോർഡിനകത്ത് നേതൃത്വം കൊടുത്ത IAS ഉൾപ്പെടെ, ഇതിനകത്ത് ശൈലജ ടീച്ചർ ഉൾപ്പെടെ ഇതിനകത്ത് രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത് പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നു. ഈ പാലത്തായിലെ കുരുന്നിനോടൊപ്പം കേരളം, കഴിഞ്ഞ ദിവസം കാസർഗോഡ് നടന്ന വിഷയം, കഴിഞ്ഞ മാസങ്ങളായി നടക്കുന്ന 66 പീഡനങ്ങൾ ഉൾപ്പെടെ, ഇതിനകത്ത് കുഞ്ഞുങ്ങൾ മരിക്കാനിടയായിരിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഇന്ന് ഈ സാംസ്കാരിക കേരളത്തിന് വലിയ നാണം കെട്ട രീതിയിലേക്ക് തല താഴ്ത്തി നിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ കഴിഞ്ഞ വർഷങ്ങൾ മുഴുവൻ നിങ്ങൾ പണിയെടുത്തത്, നിങ്ങൾ പ്രവർത്തിച്ചത്. നിങ്ങൾ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകണം. പാലത്തായിലെ കുരുന്നിന് നീതി വാങ്ങിക്കൊടുക്കുന്നതിന് ശൈലജ ടീച്ചർ തയ്യാറാവണം, മുഖ്യമന്ത്രി തയ്യാറാകണം, ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകണം. നിങ്ങൾ മടിച്ചു നിൽക്കുന്നത് എന്താണ് എന്നുള്ളത് തുറന്നു പറയുവാൻ ജനങ്ങൾ ആഗ്രഹമുണ്ട്. ടീച്ചറുടെ കൈകൾ ബന്ധിപ്പിച്ചവരാരോ അത് ടീച്ചർ തുറന്നു പറയണം. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത്, വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ പൊതു ഇടങ്ങളിലുള്ള കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കുന്നതിന്റെ ഉറപ്പുവരുത്തേണ്ടതിന്റെ ധാർമ്മികപരമായിരിക്കുന്ന ഉത്തരവാദിത്വം പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കുമുണ്ട്, അതോടൊപ്പം തന്നെ ശൈലജ ടീച്ചർക്കുമുണ്ട് എന്നുള്ളത് അടിവരയിട്ട് സൂചിപ്പിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ ഡോക്ടർ GV ഹരിയുടെ അധ്യക്ഷതയിൽ ബാൽമഞ്ച് നടത്തുന്ന ഈ കണ്ണുമൂടിക്കെട്ട് പ്രതിഷേധ സമരം ഔപചാരികമായിട്ട് ഈ ലൈവിലൂടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പെൺകുട്ടികളുടെ മാനത്തിന് വില പറയുന്നവർ ആരോ അവരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരുന്നതുവരെ പോരാടുന്നതിന് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ സമൂഹത്തിനോടൊപ്പം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പു നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.